അതെ, നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 10-200 കൊല്ലം പിറകിലേക്ക് തന്നെ പോകേണ്ടി വരും. 1800-കളിലാണ് ഈ ഫൈറ്റർ ഫിഷുകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത്. നമ്മുടെ തായ്ലൻഡിലെ കുട്ടികൾ പാടങ്ങളിലും ചെറിയ ചെറിയ കുളങ്ങളിൽ നിന്നൊക്കെ ഫൈറ്റർ ഫിഷിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ തമ്മിൽ കുറച്ച് പോരടിപ്പിക്കുമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നീട് ഈ മത്സരങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഇതിനെ പൊതുവേദികളിൽ വലിയ മത്സരമായിട്ട് തന്നെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അത് അവിടുത്തെ രാജാവിൻ്റെ ചെവിയിലെത്തുകയും രാജാവ് ഈ മത്സരങ്ങൾക്ക് ലൈസൻസ് നൽകുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം ഇത്ര അധികം വളരെ ഭംഗിയുള്ള ഈ ബെറ്റ ഫിഷുകളെ പരിപാലിക്കുകയും ചെയ്തു. ഇതിനെ കണ്ടാൽ ആരായാലും ഒന്ന് വളർത്തണമെന്ന് വിചാരിച്ചു പോകും, ഇതിപ്പോൾ ഒരു ഫിഷ് ലവർ അല്ലെങ്കിൽ പോലും. നമ്മൾ ഈ കാണുന്ന ബെറ്റ ഫിഷുകളെ അഥവാ ഫൈറ്റർ ഫിഷുകളെ പൊതുവായി കണ്ടുവരുന്നത് തായ്ലൻഡ്, കംബോഡിയ, മലേഷ്യ എന്നിവിടങ്ങളിലാണ്. സാധാരണയായി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബെറ്റ ഫിഷിന് അതിൻ്റെ വാലടക്കം 3 ഇഞ്ച് വരെയാണ് നീളം വയ്ക്കാറുള്ളത്. ഇവയുടെ സ്വാഭാവിക നിറം മങ്ങിയ പച്ച അല്ലെങ്കിൽ തവിട്ട് നിറമാണ് ഉള്ളത്. ശരിയായ രീതിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്താൽ ഈ ബെറ്റ ഫിഷുകൾ ഒരു 2 വർഷം വരെയൊക്കെ ജീവിക്കുന്നതാണ്.